എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ വന്ദന ബിനു. എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ചെവി ഇങ്ങനെ തട്ടുന്നത് അല്ലെങ്കിൽ റബ്ബ് ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് വിരലിങ്ങനെ എപ്പോഴും ചെവിയുടെ അകത്തോട്ട് ഇടാൻ നോക്കുന്നത്? അപ്പം ഇതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങളോടൊപ്പം ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മളിപ്പം വലിയവരായാലും ഇടയ്ക്കൊക്കെ ഒന്ന് ചെവിയിൽ കൈയൊക്കെ ഇട്ടൊന്ന് തട്ടി നോക്കാറുണ്ടല്ലോ. അപ്പം ഇതൊരു പക്ഷെങ്കിൽ കുഞ്ഞു പിള്ളേർക്കൊരു സൂതിങ് ഇഫക്റ്റ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ടോപ്പ് 5 കോസസ് എന്തുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ ചെവി റബ്ബ് ചെയ്യുന്നതിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. അപ്പം നമ്പർ 1 റീസണാണ് കുഞ്ഞുങ്ങൾക്ക് ഉറക്കം വരുമ്പോൾ വല്ലാതെ ടയേർഡാകുമ്പോൾ. ഇപ്പം 3 തൊട്ട് 6 മാസമുള്ള കുഞ്ഞുങ്ങൾക്ക് വല്ലാതെ ഒരുപാട് നേരമൊക്കെ കളിച്ച് ബോറടിക്കുമ്പം അവർക്ക് ഇങ്ങനെ ചെവി തട്ടുന്ന ഒരു ടെൻഡൻസി കാണിക്കാറുണ്ട്. അതാണ് ഒരു റീസൺ. രണ്ടാമത്തെ കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ കുഞ്ഞുങ്ങളെ കുളിപ്പിക്കുമ്പം ആക്സിഡൻ്റലി വെള്ളം ചെവിയുടെ അകത്ത് കയറിയ അല്ലെങ്കിൽ പാല് കൊടുക്കുമ്പം ആക്സിഡൻ്റലി ബ്രസ്റ്റ് മിൽക്ക് ചെവിയുടെ അകത്ത് കയറിയാലൊക്കെ കുഞ്ഞിൻ്റെ ചെവിക്ക് അതൊരു ഇറിറ്റേഷനും ചെവി തട്ടാനൊരു ടെൻഡൻസി കാണിക്കും. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇപ്പം വെള്ളം അകത്ത് പോയാൽ ജസ്റ്റ് കുഞ്ഞിനെ ഒന്ന് ചരിച്ച് ചെവി ഒന്ന് താഴോട്ടൊന്ന് മസാജ് ചെയ്തിട്ട് ഒരു കോട്ടൺ ബോൾ വെച്ച് ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് തുടച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആ വെള്ളം പൊക്കോളും. അതുപോലെ തന്നെ മിൽക്ക് പോയാലും അങ്ങനെ ചെയ്താൽ മതി. എന്നിരുന്നാലും എല്ലാവർക്കും അവെയർ ആയിരിക്കുമല്ലോ, ബ്രസ്റ്റ് മിൽക്ക് നമ്മൾ എപ്പോഴും കുഞ്ഞിൻ്റെ തല ഉയർത്തി വേണം കൊടുക്കാൻ. ഒന്നെങ്കിൽ കൈ ഒന്ന് റേസ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പില്ലോ വെച്ചിട്ട് വേണം ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കാൻ. അപ്പം ആക്സിഡൻ്റലി മൂക്കിൻ്റെ അകത്തോ ചെവിക്കകത്തോട്ടൊന്നും കയറാതെ നേരിട്ടങ്ങ് വയറ്റിലോട്ട് പൊക്കോളും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. മൂന്നാമത്തെ കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വാക്സ് ചെവിക്കകത്ത് അടങ്ങിയിട്ടുണ്ടെങ്കിൽ ഇപ്പം വാക്സ് വെള്ളം കയറിയിട്ട് വാക്സ് കുതിർന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഒരു ഇറിറ്റേഷൻ വരും. അപ്പോഴും ചെവി ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും. നാലാമത്തെ കാര്യം എന്ന് വെച്ചാൽ ടീത്തിങ് സമയത്ത്, അതായത് പല്ലൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞുങ്ങൾക്ക് ഒരു ചെവിയിലൊരു ഇറിറ്റേഷൻ കാണും. കാരണം പല്ലിൻ്റെ നെർവ്സും ചെവിയായിട്ട് കണക്റ്റഡ് ആണല്ലോ. അപ്പം കുഞ്ഞിനെ ഒന്ന് കൺസോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സോഫ്റ്റ് ആയിട്ടുള്ള ടീത്തേഴ്സ് ടോയ്സ് മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് കൊടുത്ത് കുഞ്ഞിനെ പാസിഫൈ ചെയ്ത് വയ്ക്കുക. അതുപോലെ തന്നെ ചെവിക്കകത്ത് ഡ്രൈനെസ് വല്ലാതെ, ചെവിയുടെ സ്കിൻ ഡ്രൈ ആണെങ്കിൽ, ഇപ്പം ഒരുപാട് ഡ്രൈ സ്കിന്നുള്ള ബേബീസ് ഉണ്ടല്ലോ, അപ്പം അവരുടെ ചെവിയുടെ പുറയിലൊക്കെ ഇങ്ങനെ ഡാൻഡ്രഫ് പോലെ വൈറ്റ് പൊറ്റ പോലെ ഇങ്ങനെ പിടിച്ചിരിക്കും. അപ്പം അങ്ങനെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഈ മോയ്സ്ചറൈസിങ് ക്രീംസൊക്കെ ചെവിയുടെ പുറയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അകത്തോട്ടൊന്നും ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഈ കോൾഡ് ജലദോഷമൊക്കെ വരുന്ന സമയത്ത് കുഞ്ഞിൻ്റെ ചെവിയിൽ ഒരു ഇറിറ്റേഷൻ പോലൊക്കെ തോന്നിക്കും. കാരണം ജലദോഷവും ത്രോട്ട് പെയിന് ഒക്കെ വരുമ്പോഴത്തേക്ക് മൂക്കും ചെവിയും തൊണ്ടയൊക്കെ കണക്റ്റഡ് ആണല്ലോ. അപ്പം കുഞ്ഞുങ്ങൾക്കൊരു ചെവിയിലൊരു ഡിസ്കംഫർട്ടും ഇങ്ങനെ റബ്ബ് ചെയ്യാനുള്ള ടെൻഡൻസി കാണിക്കും. ഇപ്പം ചുമയോ കഫക്കെട്ടൊക്കെ ഉണ്ടെങ്കിലും ലോങ് ടേം ആയിട്ട് മൂക്കടഞ്ഞിരുന്നാൽ ചെവിയുടെ അകത്ത് കഫം കെട്ടി നിറഞ്ഞിട്ട് ഫ്ലൂയിഡ് നിറഞ്ഞിട്ട് കുഞ്ഞിനൊരു പ്രഷർ സെൻസേഷൻ, ഒരു ബ്ലോക്ക് സെൻസേഷൻ വന്നിട്ടും ചെവി ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്ത് റബ്ബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇതൊക്കെയാണ് കുഞ്ഞു കുട്ടികൾ ചെവി റബ്ബ് ചെയ്യുന്നതിൻ്റെ ടോപ്പ് 5 കോസസ്. അപ്പം പല പ്രാവശ്യം കുഞ്ഞുങ്ങൾ ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ റബ്ബ് ചെയ്തുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ഇറിറ്റേഷൻ കാണിക്കുക, ചൊറിഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ENT സ്പെഷ്യലിസ്റ്റിനെ കൊണ്ട് കുഞ്ഞിൻ്റെ ചെവി കാണിക്കുക. നമ്മളത് വീട്ടിൽ വെച്ച് ചെവി ക്ലീൻ ചെയ്യാൻ നോക്കരുത്. അതായത് കോട്ടൺ ബഡ്സോ സെഫ്റ്റി പിന്നോ സ്ലൈഡ് ഒന്നും വെച്ച് ചെവിയുടെ കുട്ടികളുടെ ചെവി ക്ലീൻ ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, ഇങ്ങനെ എണ്ണ ചൂടാക്കിയിട്ട് ചെവിയുടെ അകത്തോട്ട് ഒഴിച്ചാൽ കുഞ്ഞുങ്ങൾക്ക് ഒരു സൂതിങ് കിട്ടുമെന്ന്. അങ്ങനെ ഒരിക്കലും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ പാടില്ല. കാരണം അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് കോംപ്ലിക്കേഷൻസും ഇൻഫെക്ഷൻസും കാണുന്നുണ്ട്. കാരണം കുട്ടികളുടെ ചെവി മുതിർന്നവരെ പോലില്ല, വളരെ സോഫ്റ്റ് ആൻഡ് സെൻസിറ്റീവ് ആണ് അവരുടെ ചെവിയുടെ സ്കിൻ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പം നമ്മൾ ഇപ്പം ജസ്റ്റ് ഒന്ന് കുഞ്ഞുങ്ങളുടെ ചെവിയിൽ ബാഡ് സ്മെല്ലോ ഡിസ്ചാർജോ അഴുക്ക് കെട്ടിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെവിയുടെ ചുറ്റിനും ഇങ്ങനെ ചൊറിഞ്ഞ് റാഷസ് ഉണ്ടാക്കി വെച്ചിട്ടോ ഉണ്ടോ എന്നൊക്കെ നമ്മളൊന്ന് നോക്കണം. എന്നിട്ട് നമ്മൾ ENTയെ എത്രയും പെട്ടെന്ന് കൊണ്ടുപോയി കാണിക്കുക. നമ്മളത് വെച്ചുകൊണ്ടിരിക്കരുത്. കാരണം നമുക്ക് അറിയാൻ പറ്റത്തില്ല, ഇപ്പം ചെവിയുടെ അകത്ത് ഇയർ ഡ്രമിന് ഇൻഫെക്ഷൻ ആണോ, ഇയറിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വല്ലതും ആണോ, അല്ലെങ്കിൽ വാക്സ് കൂടിയിട്ടാണോ കുഞ്ഞിങ്ങനെ റബ്ബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഈവൻ ചിലപ്പോൾ നമ്മൾ ഇൻസെക്ട്സ് പോലും അകത്ത് ഇത് നമ്മൾ അറിയാതെ പോയിട്ടുണ്ട്. അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം.